പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ നേരറിയാൻ CBI. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് തീരുമാനം. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാതാപിതാക്കൾ 24-നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേസിൽ 2 പ്രതികൾ കൂടി ഇന്ന് പിടിയിലായി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാവിലെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ കണ്ടത്. അന്വേഷണം CBIക്ക് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി മിനിറ്റുകൾക്കുള്ളിൽ ഉത്തരവ് പുറത്തിറങ്ങി. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ. ശരിക്കും ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനും ചിലപ്പം മനസ്സിലായി കാണും ഇവർ ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ CBI അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിന് തോന്നിക്കാണണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം CBI അന്വേഷണത്തിൽ വിട്ടത്. അത് ശരിക്കും എനിക്ക് നല്ലൊരു തൃപ്തി തോന്നുന്നു. ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഇതിലൂടെ നീതി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇറങ്ങും. സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജബി മേത്തറും രാഹുൽ മാങ്കൂട്ടത്തിലും അലോഷ്യസ് സേവ്യറും നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. CBI അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ 3 പേരും ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംഘടനകൾ 3ൻ്റെയും പ്രസിഡന്റുമാർ ഒരു ചരിത്രപ്രധാനമായ ഒരു സമരം ആരംഭിച്ചത്. സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് CBI അന്വേഷണം ഉറപ്പുകൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഇവരോട് ഇവരുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ 3 പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. കേസിൽ ഇന്ന് 2 പ്രതികൾ കൂടി അറസ്റ്റിലായതോടെ ആകെ പിടിയിലായ പ്രതികളുടെ എണ്ണം 20ആയി. ഇരുവരെയും ഉടൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സിദ്ധാർത്ഥന് നീതി തേടിയുള്ള കുടുംബത്തിന്റെ പോരാട്ടവും മരണത്തിലേക്ക് തള്ളിവിട്ട ക്രൂരമർദ്ദനത്തിനെതിരെ ഉയർന്ന ജനരോഷവും പ്രതിപക്ഷത്തിനൊപ്പം സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്ന വികാരവും മാധ്യമ ഇടപെടലുമാണ് CBI അന്വേഷണത്തിലേക്ക് നയിച്ചത്. അന്വേഷണത്തിലൂടെ മരണത്തിലെ മുഴുവൻ ദുരൂഹതകളും മറനീങ്ങുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീനിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ. കോളേജിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. UGCക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് കൈമാറിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. UGCക്ക് ലഭിച്ച പരാതിയിലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് പൂക്കോട് വെറ്റിനറി കോളേജിൽ അന്വേഷണം നടത്തിയത്. മൊഴി നൽകുമ്പോൾ കോളേജ് അധികൃതർ ഒപ്പം നിന്നതിനാൽ സത്യസന്ധമായി മൊഴി നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ. ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്നും ഓൺലൈൻ ഹിയറിംഗിൽ വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾ 4 ഇടങ്ങളിലെത്തിച്ച സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകി. 2019-ലും 2021-ലും സമാന റാഗിംഗ് സംഭവങ്ങൾ കോളേജിൽ നടന്നു. 2 ആഴ്ച ക്ലാസ്സിൽ കാണാതിരുന്ന വിദ്യാർത്ഥിക്ക് എന്തുപറ്റിയെന്ന് ഇനിയും വ്യക്തമല്ല. കോളേജിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് ശുപാർശ ചെയ്തു. തങ്ങളുടെ പരാതികൾ ശരിവെക്കുന്നതാണ് UGC റിപ്പോർട്ടെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിച്ചു. അതെ, അവിടെ പങ്ക് ഇപ്പോൾ UGC ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചു. അതിന് മുമ്പേ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ തന്നെ പറയുന്നു അവർക്ക് ഡീനും അസിസ്റ്റന്റ് വാർഡിനും വ്യക്തമായ പങ്കുണ്ട് എന്ന് നമ്മൾ ആദ്യം മുതലേ പറയാം. അവർക്ക് പങ്കുണ്ട്, അവർ ഈ കൊലപാതകത്തിൽ അവർക്ക് പങ്കുണ്ട്, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള പങ്കുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. അവരെ കൊലപാതക അവർ പ്രതിപ്പട്ടികയിൽ ചേർക്കണം, പ്രതിപ്പട്ടികയെ ചേർത്ത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. സസ്പെൻഷൻ മാത്രം മതിയാവില്ല എന്ന് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ക്യാമ്പസിലുണ്ടായ മരണങ്ങൾ അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. കട്ടപ്പനയിലെ അരും കൊലയുടെ ചുരുളഴിയുന്നു.
കട്ടപ്പനയിലേത് ഇരട്ടക്കൊലപാതകം തന്നെ എന്ന് സ്ഥിരീകരണം. വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയെന്ന് നിതീഷ് സമ്മതിച്ചു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കാഞ്ചിയാറിലെ വീട്ടിന്റെ തറ പൊളിച്ച് ഉടൻ പരിശോധന നടത്തും. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹത, അവ്യക്തത നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 കൊലപാതകവും നടത്തിയത് താൻ തന്നെയാണ് എന്ന് നിതീഷ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി, ഏത് സാഹചര്യത്തിൽ എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പോലീസിന്റെ നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് എന്താണ് രാഹുൽ? റിജിത്ത്, നാടിനെ നടുക്കിയാണ് 2 കൊലപാതകങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2 കൊലപാതകങ്ങളും ചെയ്തിരിക്കുന്നത് നിതീഷ് തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് പോവുകയും ചെയ്തിരിക്കുന്നത്. നിതീഷ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റസമ്മതം നടത്തുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ. എന്തായാലും ഒരു വലിയ ദുരൂഹതകളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആദ്യത്തെ കേസ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്നുള്ളതാണ്. രണ്ടാമത്തേത് വൃദ്ധനെ കൊലപ്പെടുത്തി വാടക വീട്ടിൽ കുഴിച്ചു മൂടിയെന്നതും. ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്നത് 2016-ലാണ്. അത് നിതീഷ് തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ നവജാത ശിശുവിന്റെ കൊലപാതകം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തണമെങ്കിൽ ആദ്യം ഈ വയോധികന്റെ, വൃദ്ധന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ചുരുളഴിയണം, അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തണം എന്നുള്ളൊരു നടപടിയിലേക്കാണ് പോലീസ് പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ഒരു ആഭിചാര ക്രിയകളുടെ ഭാഗമായിട്ടാണോ, അത്തരം ഏതെങ്കിലും പൂജകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. 2023-ലാണ് വിജയനെ, അതായത് ഈ നിതീഷിന്റെ കൂട്ടാളിയായിട്ടുള്ള വിഷ്ണുവിന്റെ പിതാവാണ് വിജയൻ 2023 കൊലപ്പെടുത്തിയതിനു ശേഷം വീടിനുള്ളിലെ മുറിയിൽ കുഴിച്ചു മൂടി എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ഇത് ഈ മുറി പൊളിച്ച് പരിശോധന ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്. തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന അപകടം. ശക്തമായ തിരമാലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടം ഉണ്ടായത്. മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അപകട സമയത്ത് 60ഓളം പേരാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നത്. വൈകുന്നേരമായപ്പോൾ നല്ല ഹൈറ്റേഡായി. അപ്പോൾ അവർക്ക് തന്നെ അറിയാമായിരുന്നു ഇങ്ങനെ ഈ വേലിയേറ്റ സമയത്ത് വെള്ളം തിരക്കുള്ള അടിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ കാണുന്നത്. അപ്പോൾ കയറ്റാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർ കയറ്റിക്കൊണ്ടുപോയി നിറച്ച ആളുണ്ടായിരുന്നു. ഒരു 3 തിര പെട്ടെന്ന് വരെയും അടിച്ച്, അതെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് എല്ലാവരും അപ്പുറത്ത് അടിച്ച 2 ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മളെ ലൈഫ് ഗാർഡും അവർ ലൈഫ് ഗാർഡ് ജാക്കറ്റൊക്കെ ഉള്ളതിൻ്റെ പുറത്തെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ ഇത് ഇനി അവരൊരു കെയർ ചെയ്യണം. എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? ഏകദേശം 50-60 ആളുണ്ടായിരുന്നു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന്. അജീഷ്, എന്താണ് സംഭവിച്ചത്? എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ആരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ? വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? TK, ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല പാവദാശം ബീച്ചിലെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇന്ന് വൈകിട്ടാണ് വലിയ തിരമാലയിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരു അപകടമുണ്ടായത്. നമുക്കിന്ന് അറിയാവുന്ന പോലെ തന്നെ ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. വലിയ തിരക്ക് ഈ പാവദാശം ബീച്ചിൽ ഈ 2 ദിവസമായി തന്നെ അനുഭവപ്പെടുന്നു. ഇന്നും അത്രയധികം ആളുകൾ ഈ ബീച്ചിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 50-60ഓളം ആളുകൾ ഈ ബീച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി അവധി ആഘോഷിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. 2 മാസം മുൻപാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇപ്പോഴാണ് വലിയ തിരമാലയിൽ അപകടം പറ്റിയത്. 15 പേർക്കാണ് പരിക്ക് പറ്റിയത്. പക്ഷേ അവർക്കാർക്കും ഗുരുതരമായിട്ടുള്ള അപകടം പറ്റിയില്ല എന്നുള്ളത് ഏറെ ആശ്വാസമാണ്. എന്തായാലും നമുക്ക് ചില നാട്ടുകാരെ, സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ചില നാട്ടുകാർ. ചേട്ടാ, ഏതാണ്ട് എത്ര മണിയോടാണ് നടന്നത്? എന്താ സംഭവിച്ചത്? ഏകദേശം ഒരു മണിക്കൂറാണ് സംഭവിച്ചത്. 5 മണിക്ക്. അപ്പോൾ ഒരു വരവ് കടലിൽ പെട്ടെന്ന് വന്ന് അവിടെ അടിച്ച് കയറിച്ച്. പക്ഷേ അവരെല്ലാ ലൈഫ് ജാക്കറ്റും എല്ലാ ഇത് കൂടിയാണ് ആൾക്കാർ കയറ്റുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യം, എല്ലാ ബോട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിൽ അവരെല്ലാം മുന്നിട്ട് നിന്ന് പിന്നെന്തുകൊണ്ട് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ആളുകളെല്ലാം കൂടി എല്ലാവരും കൂടി കയറ്റി. അവരെയും 2 ബോട്ടുകളുണ്ട്, അവരെന്നെ രക്ഷപ്പെടുത്താൻ സ്റ്റാഫുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ലൈഫ് ജാക്കറ്റും 5 വയസ്സിലെ കൊച്ചുങ്ങൾ കയറ്റാറില്ല, 55 വയസ്സിൻ്റെ മുകളിലവരും കയറ്റാറില്ല. പെട്ടെന്നൊരു വരവ് കടലിൽ വന്ന് അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. നീ അതിൽ കയറിയിരുന്ന ഒരു ഭൂരിഭാഗം ആളുകൾക്ക് നീന്താനൊക്കെ അറിയായിരുന്നു. നീന്താൻ അറിയാം. ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ബാക്കിയിൽ അവരെ സ്റ്റാഫുകൾ എല്ലാവരും നീന്താനും എല്ലാ സെറ്റപ്പിലും ആൾക്കാരാണ്. അവർ 2 ബോട്ടുകളുണ്ട്, എല്ലാ സെറ്റപ്പുകളുണ്ട്. നടത്തിപ്പുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ആരും കുഴപ്പമില്ല. അവരെന്നെ എല്ലാവരും കൂടുതൽ 7 പേരാണ്. 7 പേരും രക്ഷപ്പെടുത്തുക അവരെന്നെ.
നടത്തിപ്പുകാരുടെ ജീവനക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. എല്ലാവരും അവരുണ്ടായിരുന്നു. അവരെന്നെ രക്ഷപ്പെടുത്തിയത്. നല്ല നീന്തൽ പരിശീലനമുള്ള ടീമായിരുന്നു. എല്ലാം അവരെന്നെ ചെയ്തു. നമ്മുടെ വേലിയേറ്റ സമയത്ത് കയറി വന്നതാണ്. സാധാരണ സ്ഥിരമാണ് ഇത്തരം തിരമാല ശക്തമാകുന്നത്. നാളെ വാവാണ്. അതോടുകൂടി പൊതുവേ കടലിൽ അങ്ങനെ ഒരു ക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അല്ലാണ്ട് അവരെല്ലാം പാലിച്ചിട്ട് തന്നെ. 5 വയസ്സിന് മുകളിൽ അവർ കയറ്റാറില്ല, 55 വയസ്സിന് മുകളിലും കയറ്റാറില്ല. ജാക്കറ്റിട്ട് എല്ലാം പാലിച്ചിട്ടാണ്, മാന്യതയോട് പാലിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇതാണ് ടി.കെ. റിജിത്ത്. വേലിയേറ്റ സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായിട്ട് കടൽ ക്ഷോഭിക്കുന്നതാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. 15 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ 2 പേര് മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും ബാക്കിയുള്ളവർ താലൂക്ക് ആശുപത്രിയിലും ഉണ്ട്. എന്തായാലും ഇവരുടെ അപകടം ഗുരുതരമല്ല എന്നുള്ളത് ഏറെ ആശ്വാസം നിറഞ്ഞൊരു വാർത്തയാണ്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തി. തൃശൂർ വെള്ളികുളങ്ങര ശാസ്താംപൂർവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 8 വയസ്സുള്ള അരുൺകുമാർ, 15 വയസ്സുള്ള സജിക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. തേനെടുക്കാൻ കയറിയ അരുൺ മരത്തിൽ നിന്ന് വീണ് മരിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. 2 മൃതദേഹങ്ങളുടെയും കാലപ്പഴക്കത്തിലെ വ്യത്യാസം ദുരൂഹത ഉയർത്തുന്നുണ്ട്. കുട്ടികൾക്കായി രാവിലെ പോലീസ് വനം വകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംയുക്ത ദൗത്യം. കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ 15 വയസ്സുള്ള സജിക്കുട്ടൻ, രാജശേഖരന്റെ മകൻ 8 വയസ്സുള്ള അരുൺകുമാർ എന്നിവരെയാണ് കഴിഞ്ഞ 2-ാം തീയതി മുതൽ കാണാതായത്. ഇതിൽ 8 വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. അരുണിന്റെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് 200 മീറ്റർ മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശാസ്താംപൂവം കോളനിക്ക് സമീപത്തു നിന്നാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത്. തേൻ ശേഖരിക്കാൻ മരത്തിൽ കയറിയ അരുൺ മുകളിൽ നിന്ന് വീണു മരിച്ചതാകാമെന്നാണ് നിഗമനം. അരുണിന്റെ മൃതദേഹം അഴുകിയ നിലയിലാണ്. 2 മൃതദേഹങ്ങളുടെയും കാലപ്പഴക്കത്തിലെ വ്യത്യാസം ദുരൂഹത ഉയർത്തുന്നുണ്ട്. അരുൺ മരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാകാം സജി മരിച്ചതെന്നാണ് നിഗമനം. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവെടുത്തു. 15 പേർ അടങ്ങുന്ന 7 സംഘങ്ങളായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 തൃശൂർ. കളം പിടിക്കാൻ സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് മുന്നണികൾ. വടകരയിൽ കൊലീബി സഖ്യമെന്ന് മന്ത്രി എം പി രാജേഷിന്റെ ആരോപണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക LDFനെ ഞെട്ടിച്ചെന്ന് എം ഹസനും പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ആരോപണങ്ങളുമായി LDF രംഗത്തെത്തി. വടകരയിൽ UDFനെ സഹായിക്കുന്ന BJPയെ പാലക്കാട് തിരിച്ച് കോൺഗ്രസ് സഹായിക്കുമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ആരോപണം. സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റ് സന്തുലനമൊക്കെ ആണെങ്കിലും വേറെ ആളുണ്ടല്ലോ. പാലക്കാട്ട് നിന്ന് തന്നെ തെരഞ്ഞുപിടിച്ച് ഒരാളെ വടകരയ്ക്ക് അയക്കുന്നു, ഈ സിറ്റിംഗ് MLA തന്നെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ധാരണ ഉണ്ടാക്കി. കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിലെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. MT വാസുദേവൻ നായരെ സന്ദർശിച്ച ശേഷമായിരുന്നു കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരു അപശബ്ദവും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടില്ലെന്ന് UDF കൺവീനർ MM ഹസൻ. വളരെ ഒറ്റക്കെട്ടായി ഒരു അപശബ്ദം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എവിടെ നിന്നെങ്കിലും ഉണ്ടായ, കാരണം അത്രമാത്രം യോജിച്ച ഐക്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ്. UDFന്റേത് ഡ്രീം ടീം എന്നായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കണ്ട K മുരളീധരൻ MP പിന്തുണ അഭ്യർത്ഥിച്ചു. രാജ്യസഭ MP ആയിരിക്കെ KC വേണുഗോപാലിനെ മത്സരരംഗത്തിറക്കുന്നത് അനിവാര്യത എന്ന രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കണമെന്നുള്ള അവിടുത്തെ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവശ്യമാണ്. ലോക്സഭയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ കടമ പൂർണ്ണമായും നിറവേറ്റും. BJPയെ ചെറുക്കാൻ ഞങ്ങളുണ്ടെന്ന സന്ദേശം കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളുടെ മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. UDF MPമാർക്കെതിരായി രൂക്ഷമായ വിമർശനമാണ് ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രി ഉയർത്തിയത്. പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ ശബ്ദം വളരെ ദുർബലമായിരുന്നു. ഭരണഘടനയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ UDF MPമാർ നിശബ്ദത പാലിച്ചെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. കേരളത്തിന്റെ ശബ്ദം വലിയ തോതിൽ ലോക്സഭയിൽ ഉയർന്നിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല.
വളരെ നേർന്നുപോയി, അങ്ങേയറ്റം ദുർബലമായിപ്പോയി. ഇപ്പോൾ LDFിൻ്റെ ഭാഗത്ത് 2 ലോക്സഭാംഗങ്ങളാണ്. ബാക്കി 18 പേരും UDF ആണ്. ആ 18 പേര് അതിനിർണായകമായ നിമിഷങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് നാം കണ്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തൃശൂരിലെത്തിയ കെ മുരളീധരന് വൻ സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ TN പ്രതാപന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. റോഡ് ഷോ ആയി DCCയിലെത്തിയ കെ മുരളീധരൻ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. BJP പ്രവേശനത്തിൽ പത്മജയെ ഇന്നും കെ മുരളീധരൻ വിമർശിച്ചു. തൃശൂരിലേക്കെത്തിയ കെ മുരളീധരന് കോൺഗ്രസ് നേതാക്കൾ നൽകിയത് വൻ വരവേൽപ്പ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തൃശൂർ DCC വരെ വഴിനീളെ നൂറുകണക്കിന് പ്രവർത്തകർ. തുറന്ന ജീപ്പിൽ റോഡ് ഷോയായാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കെ മുരളീധരൻ DCCയിലേക്ക് എത്തിയത്. പിന്നീട് തന്റെ ബാല്യകാലം ചിലവഴിച്ച മുരളി മന്ദിരത്തിലേക്ക്. K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. വർഗീയതയ്ക്കെതിരായിട്ടൊരു പോരാട്ടത്തിൽ എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് എനിക്കാണ്. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആ ആശയമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത്. BJP പ്രവേശനത്തിൽ പത്മജക്കെതിരായി ഇന്നും കെ മുരളീധരൻ വിമർശനം തുടർന്നു. ഇടനിലക്കാരൻ ബെഹ്റയെന്ന ആരോപണം. കുറേ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലം പണി, ഇപ്പം BJPയിലേക്കുള്ള പാലം പണി. അതിൻ്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചെയർമാൻ. തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാനായിരുന്നു പത്മജയുടെ വെല്ലുവിളി. തെളിവുണ്ടെന്ന് KC വേണുഗോപാൽ. ഒരു ആരോപണം പറയുമ്പോൾ കറക്റ്റ് തെളിവുകൾ പുറത്തു കൊണ്ടിട്ടെ. എനിക്ക് 100% അറിയാളല്ല. അതുകൊണ്ട് ഒരു തെളിവുകൾ കൊണ്ടിട്ടെ. അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ഒരു CPM BJP പാക്കേജാണ് ഇത്. കെ മുരളീധരന്റെ വരവിനെ LDF NDA ക്യാമ്പുകൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. 24 തൃശൂർ. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. നോക്കാം ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാവേലിക്കരയിൽ ബൈജു കലാശാലയും ചാലക്കുടിയിൽ K ഉണ്ണികൃഷ്ണനുമാണ് സ്ഥാനാർത്ഥികൾ. ആന്ധ്രാപ്രദേശിൽ TDP BJP ജനസേന സീറ്റ് ധാരണ. BJPയും ജനസേനയും 8 സീറ്റിൽ മത്സരിക്കും. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് കമൽഹാസൻ. മധ്യപ്രദേശിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സുരേഷ് പച്ചൌരി BJPയിൽ. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നത് BJPയുമായുള്ള ഡീലാണോ എന്ന് സംശയിക്കുന്നതായി CPIM നേതാവ് MA ബേബി. രാജസ്ഥാനിൽ KC വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റിൽ BJP ജയിക്കുമെന്നും ബേബി പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് ചരിത്ര ജയം. ധരംശാലയിൽ ഇംഗ്ലണ്ടിനെ ഇന്നിംഗ്സിനും 64 റൺസിനും തകർത്ത ഇന്ത്യ പരമ്പര 4-1 സ്വന്തമാക്കി. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. പ്രേക്ഷകർക്കൊപ്പം അനുജയെത്തും. നമസ്കാരം.